അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ വ്ളോഗറായ സാബി ഇൻസ്പയർ നബിദിനാഘോഷത്തിൻ്റെ പ്രാമാണിക വശങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുകയും ധാരാളം ആളുകൾക്ക് സത്യം മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. അതിൽ മനം നൊന്തുകൊണ്ട് ഒരു സെലഫി ആ വീഡിയോക്കെതിരിൽ വെല്ലുവിളി ഉയർത്തുകയുണ്ടായി. ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയും കൃത്യമായി മറുപടി പറയുകയും ചെയ്തിരുന്നു. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 58-ാം വചനത്തിലൂടെ വ്യക്തമായി അല്ലാഹു തആല പറയുന്നു, നബിയെ അങ്ങ് പറയുക, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക. ആ ആയത്തിന്റെ ഒരുപാട് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. ആ റഹ്മത്ത് എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ലോകത്തുള്ള ഏതെങ്കിലും പ്രാമാണികരായ മുഫസ്സിറുകൾ റബീഉൽ അവ്വൽ മാസത്തിന് മതമഹത്വം നൽകി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ഒക്കെ സംഘടിപ്പിക്കാൻ ഈ ആയത്ത് തെളിവാണ് എന്ന് ശരിക്കും നോട്ട് ചെയ്തോ? ഏതെങ്കിലും പ്രാമാണികരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇതെന്റെ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുകയാണ്. എന്റെ കയ്യിലുള്ളത് പ്രശസ്ത പണ്ഡിതനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയുടെ പ്രമുഖ ശിഷ്യനായ അൽ ഹാഫിദ് ഇബ്രാഹിമുൻ നാജി റഹിമഹുള്ളയുടെ കൻസുൽ റാഗിബീൻ അൽ വഫാത്ത് എന്ന കിതാബാണ്. ഇതിന്റെ 36-ാമത്തെ പേജിൽ കാണാം, വതബറകു ബിവിലാദതിഹി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് നിങ്ങൾ ബറക്കത്ത് എടുക്കുകയും വഫ്റഹു ബിഹാ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുവീൻ. എന്താ തെളിവ്? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അപ്പൊ ഈ ആയത്ത് നബിദിനാഘോഷത്തിന് കൃത്യമായ രേഖയാണ്, തെളിവാണ്, പ്രമാണമാണ് എന്ന് ഹാഫിദ് ഇബ്രാഹിമുൻ നാജി റഹിമഹുല്ലാ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നു. കണ്ടല്ലോ, എൻ്റെ ഈ 3 മിനിറ്റിൻ്റെ വീഡിയോക്ക് സെലഫി അരമണിക്കൂർ സമയമെടുത്ത് 2 വീഡിയോകളിലായി ധാരാളം കളവുകളും ദുർവ്യാഖ്യാനങ്ങളും തട്ടിപ്പുകളും തിരിമറികളും നടത്തിക്കൊണ്ടൊരു മറുപടി വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ നമുക്കൊന്ന് വിശകലനം ചെയ്തു നോക്കാം. ബഹുമാനപ്പെട്ട ഇമാം നാജി റഹിമഹുല്ലയെ ഞാൻ തെളിവിനുദ്ധരിച്ചപ്പോൾ അദ്ദേഹം ഒരു ആധികാരികനായ മുഫസ്സിറാണോ എന്ന് ചോദിച്ചുകൊണ്ട് തള്ളാൻ ശ്രമിക്കുകയായിരുന്നു സെലഫി. എന്റെ വെല്ലുവിളി എന്തായിരുന്നു? പ്രാമാണികരായ ഏതെങ്കിലും ഒരു മുഫസ്സിറിനെ ഉദ്ധരിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു എന്റെ വെല്ലുവിളി. എന്നാൽ നിങ്ങൾ ഈ കൊണ്ടുവന്നത് ബുർഹാനുദ്ദീൻ നാജി, അദ്ദേഹം മുഫസ്സിറാണോ? തെളിയിക്കാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ കൊണ്ടുവരി. ഒരാൾ മുഫസ്സിറാണ് എന്ന് എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്? അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടത്തിൽ ഞാൻ മുഫസ്സിറാണെന്ന് എഴുതി വെക്കൽ കൊണ്ടാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും സലഫിമാർ മുഫസ്സിറാണ് എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കൽ കൊണ്ടാണോ? ഒരിക്കലുമല്ല. ഒരാൾ മുഫസ്സിറാണോ അല്ലേ എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുക? പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, മൻ കമുലത് ഫീഹി ആലാത്തു തഫ്സീർ, ഒരാളിൽ തഫ്സീറിന്റെ ആലാത്തുകൾ സമ്മേളിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് തഫ്സീർ പറയാനുള്ള യോഗ്യതയുണ്ട്. ഏതൊക്കെയാണ് ആലാത്തുകൾ? അത് ഇൽമുൽ ലുഗയും ഇൽമുൻ നഹ്വും ഇൽമുൽ സർഫും ഇൽമുൽ മആനിയും ഇൽമുൽ ബദീഉം ഇൽമുൽ ഖിറാഅയും അതുപോലെ തന്നെ സബബുൻ നുസൂലും ഇൽമുൽ ഹദീസും അതുപോലെ തന്നെ നാസിഖ് മൻസൂഖ് തുടങ്ങിയ മേഖലകളിൽ കഴിവുണ്ടാവലാണ് ഇതിനുള്ള മാനദണ്ഡമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം നാജി റഹിമഹുല്ലയിൽ ഈ ആലാത്തുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് പരിശോധിക്കാം. മുജാഹിദുകളുടെ ആശയ സ്രോതസ്സും മുജാഹിദുകൾക്ക് സർവ്വസമ്മതനുമായ അൽബാനി തന്നെ പറയുന്നു, കാന അലാ സർവത്തിൻ അളീമത്തിൻ മിനൽ ഇൽമി, ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്രാഹിമുൻ നാജി റഹിമഹുല്ല ഇൽമിന്റെ നിധി കൂമ്പാരമാണ്. തീർന്നില്ല, വജാനിബിൻ കബീരിൻ മിൻ ദിഖത്തിൽ ഫഹ്മി, വലിയ ഗ്രാഹ്യശക്തിയുള്ള പണ്ഡിതനാണ് എന്ന് അൽബാനി തന്നെ രേഖപ്പെടുത്തുന്നു. ഇങ്ങനത്തെ ഇൽമിന്റെ നിധി കൂമ്പാരങ്ങൾക്കാണ് തഫ്സീർ പറയാൻ യോഗ്യതയുള്ളത്. അല്ലെങ്കിലും സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലയുടെ ശിഷ്യനായ, മാത്രമല്ല അൽ ഹാഫിദ് 1,00,000 ഹദീസ് മനപ്പാടമുള്ള ഷെയ്ഖുൽ ഇസ്ലാം എന്നും ഹാഫിദുൽ അസ്ർ എന്നും അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്നും ഷെയ്ഖുൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ എന്നും ഷെയ്ഖുദ് ദിമിഷ്ക് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇമാം നാജി റഹിമഹുല്ലക്ക് തഫ്സീർ പറയാൻ യോഗ്യതയല്ല എന്ന് പറയാൻ ഈ സലഫിക്ക് നാണമുണ്ടോ? സലഫിക്കല്ലാതെ ആർക്കെങ്കിലും അങ്ങനെ പറയാൻ സാധിക്കുമോ? ബഹുമാനപ്പെട്ട ഇമാം നാജി റഹിമഹുല്ലക്ക് ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ ഉണ്ടെന്ന് ഞാൻ വെറുതെ പറയുകയല്ല. സമകാലിക പണ്ഡിതനായ ഇമാം അബുൽ ബറക്കാത്ത് ഇബ്നുൽ ഖയ്യാൽ റഹിമഹുല്ല തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്, ഷെയ്ഖുൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ ഹാഫിദുൽ അസ്ർ
وأمير المؤمنين في الحديث سيد المرسلين برهان الدين الناجി الشافعي رحمه الله എന്ന് അബുൽ ബറക്കാത്ത് ഇബ്നുൽ ഖയ്യാൽ റഹിമഹുല്ല രേഖപ്പെടുത്തുന്നുണ്ട്. ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട ഇമാം നാജി റഹിമഹുല്ലക്ക് തഫ്സീർ പറയാൻ യോഗ്യതയുണ്ട്. ഇതിനെല്ലാം പുറമെ ബഹുമാനപ്പെട്ട ഇമാം നാജി റഹിമഹുല്ലക്ക് തഫ്സീർ മേഖലയിലും ഗ്രന്ഥമുണ്ട്. തഫ്സീർ മേഖലയിൽ ഏറ്റവും സൂക്ഷ്മമായ ഭാഗമാണ് അന്നാസിഖ് വൽ മൻസൂഖ്. ഈ വിഷയത്തിൽ മഹാനവർകൾ ഗ്രന്ഥമുണ്ട്. ഇങ്ങനെയുള്ളൊരു പണ്ഡിതന് തഫ്സീർ പറയാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ സലഫിയുടെ തൊലിക്കട്ടി അപാരം തന്നെ. ബഹുമാനപ്പെട്ട ഇമാം സഖാവി റഹിമഹുല്ല അവിടുത്തെ അല്ലാഹുൽ രേഖപ്പെടുത്തുന്നു. മഹാനരായ ഖുദൈരി റഹിമഹുല്ല പറയുന്നു ബിഅന്നഹു തീർച്ചയായും ബഹുമാനപ്പെട്ട ഇമാം നാജി റഹിമഹുല്ല ശൈഖുൻ ആലിമുൻ ഫാദിലുൻ മുഹദ്ദിസുൻ മുഹർറിറുൻ മുത്ഖിനുൻ മുഅ്തമദുൻ. ബഹുമാനപ്പെട്ടവർ അവലംബയോഗ്യനായ മുഹർറിറായ മുഹദ്ദിസായ ഫാദിലായ ആലിമാണ് ഇമാം നാജി റഹിമഹുല്ല. ഖദമ ഹാദ ശഅന, ഈ ദീനിക്ക് അവിടുന്ന് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ബിലിസാനിഹി വ ഖലമിഹി, അവിടുത്തെ നാവ് കൊണ്ടും പേന കൊണ്ടും. ഇങ്ങനെയുള്ളൊരു മഹാപണ്ഡിതനെ തഫ്സീർ പറയാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ സലഫിക്കല്ലാതെ മറ്റാർക്കെങ്കിലും സാധിക്കുമോ? മൗലവിയുടെ മറ്റൊരാരോപണം, ബഹുമാനപ്പെട്ട ഇമാം നാജി റഹിമഹുല്ല ഈ ആയത്തിനെ വിശദീകരിച്ചത് തഫ്സീർ ഗ്രന്ഥത്തിലല്ല എന്നതാണ്. നിങ്ങൾ ഉദ്ധരിച്ച ഗ്രന്ഥം തഫ്സീർ ഗ്രന്ഥമാണോ? നിങ്ങൾ ആരെയാണ് ഈ പൊട്ടിസാക്കുന്നത്? നിങ്ങൾ ആരെയാണ് ഈ വിഡ്ഢിയാക്കുന്നത്? തഫ്സീർ ഗ്രന്ഥത്തിൽ ആയത്തിനെ വിശദീകരിച്ചാൽ മാത്രമാണോ തഫ്സീർ ആവുക? അങ്ങനെ ഏത് പണ്ഡിതനാണ് മൗലവിയെ പഠിപ്പിച്ചത്? ഞാൻ ചോദിക്കട്ടെ, സിഹാഹു സിത്ത, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, അതുപോലെ തന്നെ സുനൻ അബീ ദാവൂദ് തുടങ്ങിയ എല്ലാ ഗ്രന്ഥത്തിലും അവർ ആയത്തിനെ വിശദീകരിക്കുന്നത് കാണാം. അത് ഹദീസ് ഗ്രന്ഥത്തിലാണെന്ന് പറഞ്ഞ് മൗലവിക്ക് തള്ളാൻ സാധിക്കുമോ? ചുരുക്കത്തിൽ ആധികാരികനായ ഒരു പണ്ഡിതൻ ഒരു ആയത്തിന് വിശദീകരിച്ചാൽ അത് തഫ്സീർ ഗ്രന്ഥത്തിലാവണമെന്നില്ല, അത് സ്വീകരിക്കാവുന്നതാണ്. ഇനി ഇമാം നാജി റഹിമഹുല്ലയെ തള്ളാൻ വേണ്ടിയിട്ട് സലഫി കൂട്ടുപിടിക്കുന്നത് ബഹുമാനപ്പെട്ട സുയൂത്തി റഹിമഹുല്ലയെയാണ്. ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കൂ. ഈ ബുർഹാനുദ്ദീൻ നാജി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന് ഹിഫ്ളിന്റെ വിഷയത്തിലും മസ്അലകളെ തഹ്ഖീഖ് ചെയ്യുന്ന വിഷയത്തിലുമൊക്കെ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാനല്ല പറഞ്ഞത്, നിങ്ങൾ അംഗീകരിക്കുന്ന ഇമാം സുയൂത്തിയാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെ അയാൾ പറഞ്ഞത് അംഗീകരിക്കാൻ കഴിയാ? ഇങ്ങനെയൊക്കെ തന്നെ, ഇങ്ങനെയുള്ള സംഗതികൾ വാറോലകൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇതാ നിങ്ങൾ ഈ കാണുന്നത്, ഞാൻ വെറുതെ പറയുന്നതല്ല. ഇത് ഇമാം സുയൂത്തിയുടെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. നളുമുൽ ഇഖ്യാൻ ഫീ അഅയാനിൽ അഅയാൻ എന്ന് പറയുന്ന ഗ്രന്ഥമാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ ഗ്രന്ഥത്തിൽ ഈ ബുർഹാനുദ്ദീൻ നാജിയെ കുറിച്ച് ഇമാം സുയൂത്തി പറയുകയാണ്, ഖുൽതു, ഞാൻ പറയുകയാണ്, വഹാദാ മിൻഹു ദലീലുൻ അലാ അദമി ഹിഫ്ളിഹി വ തഹ്ഖീഖിഹി, ഇത് തെളിവാണ് എന്ത്? അലാ അദമി ഹിഫ്ളിഹി വ തഹ്ഖീഖിഹി, ഈ ബുർഹാനുദ്ദീൻ നാജി എന്ന് പറയുന്ന പണ്ഡിതന് അദ്ദേഹത്തിന് ഹിഫ്ളുമില്ല, തഹ്ഖീഖുമില്ല. കേട്ടല്ലോ, ഇമാം നാജി റഹിമഹുല്ലയെ തള്ളാൻ വേണ്ടിയിട്ട് ഇമാം സുയൂത്തി റഹിമഹുല്ലയുടെ കിതാബിൽ വലിയ തിരിമറിയാണ് സലഫി നടത്തിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം നാജി റഹിമഹുല്ല കൊള്ളരുതാത്തവനാണെന്നോ തള്ളപ്പെടേണ്ടവനാണെന്നോ വാറോലയാണെന്നോ ഇമാം സുയൂത്തി റഹിമഹുല്ല പറഞ്ഞിട്ടേ ഇല്ല. അത് മൗലവിയുടെ പച്ചക്കള്ളമാണ്. എന്താണ് ഇമാം സുയൂത്തി റഹിമഹുല്ല നളുമുൽ ഇഖ്യാനിൽ പരാമർശിച്ചത്? സലഫി വായിച്ചതിന്റെ തൊട്ട് മുകളിൽ നോക്കൂ. ഇന്നൻ നാജിയ ഹാദാ ഇഅ്തറദ അലയ്യ ഫീ ശൈഅൈനി, രണ്ട് മസ്അലകളിൽ ഇമാം നാജി റഹിമഹുല്ലയുമായിട്ട് ഞാൻ അഭിപ്രായ വ്യത്യാസത്തിലാണ്. അതിന് പ്രാമാണികമായി മറുപടി കൊടുത്തതാണ് ഇമാം സുയൂത്തി റഹിമഹുല്ല. ഇത് കേവലം സമകാലികരായ പണ്ഡിതർക്കിടയിലുള്ള വൈജ്ഞാനിക ചർച്ചയുടെ ഭാഗമായ ഗണ്ണനം മാത്രമാണ്. അല്ലാതെ ഇമാം സുയൂത്തി റഹിമഹുല്ല നാജി റഹിമഹുല്ലയെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയണമെന്ന് പഠിപ്പിച്ചിട്ടേ ഇല്ല. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹയ്യുൽ ഖത്താനി റഹിമഹുല്ല പറയുന്നു, വലഅല്ലഹു മിൻ ബാബി മാ യജ്രി ബൈനൽ മുതആസിരീന ആദതൻ, ഇത് സമകാലിക പണ്ഡിതർക്കിടയിൽ നടത്തുന്ന ഒരു ഗണ്ണനം മാത്രമാണ്. ഇനി ബഹുമാനപ്പെട്ട ഇമാം നാജി റഹിമഹുല്ല ഈ കിതാബിൽ ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി എന്ന ആയത്തിന് തഫ്സീർ എഴുതിയത് അത് ശരിയായിട്ടില്ല എന്ന് ഇമാം സുയൂത്തി റഹിമഹുല്ല എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പോട്ടെ, ഈ കിതാബ് അത് വാറോലയാണ് എന്ന് ഇമാം സുയൂത്തി റഹിമഹുല്ല എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഈ കിതാബിനെ കുറിച്ച് പണ്ഡിതന്മാരെന്താണ് പറയുന്നത്? ബഹുമാനപ്പെട്ട ഹാജി ഖലീഫ അവിടുത്തെ സുല്ലമുൽ വുസൂൽ ഇലാ തബഖാത്തിൽ ഫുഹൂൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, കൻസുർ റാഗിബിനുൽ ഉഫാത്ത് എന്ന ഈ ഗ്രന്ഥം വഹുവ തഅലീഫുൻ മുഫീദുൻ, അത് വളരെ മികച്ച ഗ്രന്ഥമാണ്, വാറോലയല്ല സലഫി. ഇനി ഇമാം നാജി റഹിമഹുല്ലയെ തള്ളാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്ന ഇമാം സുയൂത്തി ആരാണ്? നബിദിനാഘോഷം സുന്നത്താണെന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് കിതാബ് എഴുതിയ മഹാനാണ്. ഇനി ഇമാം നാജി റഹിമഹുല്ല വ തബറകൂ ബി വിലാദത്തിഹി എന്ന് പറഞ്ഞുകൊടുത്ത് മൗലവിയുടെ ഒരു രസകരമായ തട്ടിപ്പ് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ.
എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം കൊണ്ട് ബറക്കത്തെടുക്കുക എന്ന് പറഞ്ഞാൽ? അത് നോമ്പെടുക്കുകയാണ്. കേട്ടല്ലോ. ഓ തബറക്കു ബി വിലാദത്തിഹി എന്ന് പറഞ്ഞാൽ നോമ്പനുഷ്ഠിക്കുക എന്നാണ് മൗലവി അർത്ഥം വെച്ചത്. അങ്ങനെയാണെങ്കിൽ സൂമൂലി വിലാദത്തിഹി എന്ന് പറഞ്ഞാൽ പോരെ? ഞാൻ ചോദിക്കട്ടെ, ഓ തബറക്കു ബി വിലാദത്തിഹി എന്ന് പറഞ്ഞാൽ നോമ്പനുഷ്ഠിക്കുക എന്ന് ആധികാരികമായ ഏതെങ്കിലും പണ്ഡിതന്മാർ അർത്ഥം വെച്ചിട്ടുണ്ടോ? എന്താണ് ഓ തബറക്കു ബി വിലാദത്തിഹി എന്ന് പറഞ്ഞാൽ? ഞാൻ പഠിപ്പിച്ചു തരാം. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഖുറാ ഇബ്നുൽ ജസരി റഹിമഹുല്ല അവിടുത്തെ അർഫു തഅരീഫ് ബിൽ മൗലിദി ഷരീഫ് എന്ന ഗ്രന്ഥത്തിന്റെ 33-ാമത്തെ പേജിൽ പറയുന്നതായി കാണാം. വകാന മൗലിദുഹു ഷരീഫ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബിശ്ശഅബി, ശഅബ് പ്രദേശത്താണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം. വഹുവ മക്കാനുൻ മഅറൂഫുൻ മുതവാത്തിറുൻ ഇൻദ അഹ്ലി മക്ക, മക്കക്കാരുടെ അടുക്കൽ ഈ സ്ഥലം വലിയ അറിയപ്പെട്ട സ്ഥലമാണ്. യഖ്റുജു ഇലൈഹി അഹ്ലു മക്കത കുല്ല ആമിൻ യൗമൽ മൗലിദി വയഹ്തഫിലൂന ബിദാലിക അഅ്ളമ മിൻ ഇഹ്തിഫാലിഹിം ബിയൗമിൽ ഈദി. അവര് നബിദിനത്തിന്റെ അന്ന് ആ സ്ഥലത്ത് പോയി വലിയ പരിപാടികൾ നടത്താറുണ്ട്, ആഘോഷങ്ങൾ നടത്താറുണ്ട് എന്ന് ഇബ്നുൽ ജസരി റഹിമഹുല്ല രേഖപ്പെടുത്തുന്നു. വദാലിക ഇലാ യൗമിനാ ഹാദാ, അത് പണ്ട് മുതൽ ഇന്ന് വരെ നിലനിന്നു പോരുന്നതാണ്. വഖദ് സുർതുഹു, ആ സ്ഥലം ഞാൻ സന്ദർശിക്കുകയും ചെയ്തിരിക്കുന്നു. വതബറക്തു ബിഹി, ഞാൻ ബറക്കത്തെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഇബ്നുൽ ജസരി റഹിമഹുല്ല രേഖപ്പെടുത്തുന്നു. ഇതാണ് ബറക്കത്തിന്റെ ഉദ്ദേശം. അപ്പോൾ വതബറക്കു ബി വിലാദത്തിഹി എന്ന് പറഞ്ഞാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിൽ, ആ മാസത്തിൽ അവിടുന്ന് ജനിച്ച സ്ഥലത്ത് പോയിട്ട് ആഘോഷങ്ങൾ നടത്തുകയും ബറക്കത്തെടുക്കുകയും വേണമെന്നാണ്. ഇനി മൗലവിയുടെ മറ്റൊരാശങ്ക, വഫ്രഹു ബിഹ എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ, ആഘോഷം എവിടെയാണ് എന്ന്. ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കൂ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് നിങ്ങൾ ബറക്കത്തെടുക്കുകയും വഫ്രഹു ബിഹാ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുകയും. അതിലെവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം ആഘോഷിക്കണം, നബിദിനം ആഘോഷിക്കണമെന്ന്? കേട്ടല്ലോ. വഫ്രഹു ബിഹ എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ, ആഘോഷിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ്. സന്തോഷ പ്രകടനത്തിനാണ് മലയാളത്തിൽ ആഘോഷം എന്ന് പറയുന്നത്. വിവാഹവേള സന്തോഷവേളയാണ്, അത് പ്രകടിപ്പിക്കുമ്പോൾ വിവാഹ ആഘോഷമായി മാറുന്നു. അതുപോലെ തന്നെ നബിദിനത്തിൽ സന്തോഷിക്കാം, ആ സന്തോഷത്തെ പ്രകടിപ്പിക്കുമ്പോൾ നബിദിനാഘോഷം എന്ന് പറയുന്നു. ഇനി സലഫിക്ക് നബിദിന ആഘോഷം എന്ന് പറയലാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നബിദിന സന്തോഷം എന്ന് പറഞ്ഞോളൂ. ഇനി ഇമാം നാജി റഹിമഹുല്ല ആഘോഷമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് സലഫിയുടെ മറ്റൊരു പ്രശ്നം. അതൊന്ന് കേട്ടു നോക്കൂ. എല്ലാവർക്കും സന്തോഷമുണ്ട്, പക്ഷേ അതൊരു ആഘോഷമാക്കി പ്രത്യേകമായ ഒരു മതമഹത്വം അതിനെ കൽപ്പിച്ച് അദബുകളും ഇബാദത്തുകളും ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു ആഘോഷം സ്വീകരിക്കണമെന്ന്, ഒരു പ്രത്യേക ദിവസത്തിൽ ആഘോഷിക്കണമെന്ന് ആ വാക്യത്തിൽ അതല്ലെങ്കിൽ നിങ്ങൾ വായിച്ചതിൽ എവിടെയാണ് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ? അപ്പോൾ ഈ സന്തോഷം എങ്ങനെ ആയിരിക്കണമെന്ന് ഇമാം നാജി റഹിമഹുല്ല ധാരാളം സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. കൂട്ടത്തിൽ മലിക്കുൽ മുളഫർ രാജാവിന്റെ സംഭവം കൂടി ഉദ്ധരിച്ച് പഠിപ്പിക്കുന്നു. فكان من جملة عمل مظفر الدين احتفاله بميلاد سيد العباد غاية الاحتفال. നബിദിനത്തിന്റെ അന്ന് വലിയ ആഘോഷങ്ങളാണ് മലിക്കുൽ മുളഫർ രാജാവ് നടത്താറുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സന്തോഷം എങ്ങനെയായിരിക്കണമെന്ന് ഇമാം ഇബ്രാഹിമുൻ നാജി റഹിമഹുല്ല തന്നെ പഠിപ്പിക്കുന്നു. തീർന്നില്ല, അതിന്റെ തൊട്ടടുത്ത പേജിൽ പറയുന്നു, ഈ സ്നേഹങ്ങളെല്ലാം വദാലിക കുല്ലുഹു ബൽ ബദലുൽ അർവാഹി വനഫായിസുദ് ദഖായിരി, ജീവിതം മുഴുവനായിട്ടും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമർപ്പിച്ചാലും അഖല്ലു ഖലീലിൻ ഫീ ഹുബ്ബി ഹാദൻ നബിയിൽ കരീം, ഈ നബി തങ്ങളെ സ്നേഹിക്കുന്നതിൽ ഏറ്റവും ചെറുതേ ആവുകയുള്ളൂ എന്ന് ഇമാം നാജി റഹിമഹുല്ല പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ വഫ്രഹു എന്ന് പറഞ്ഞാൽ അതിന്റെ പരിധിയിൽ ആഘോഷം പെടുമെന്നാണ് ഇമാം നാജി റഹിമഹുല്ല പഠിപ്പിക്കുന്നത്. ഇനി മൗലവിയുടെ മറ്റൊരാശങ്ക, റബീഉൽ അവ്വൽ മാസത്തിന് മതമഹത്വം കൽപ്പിച്ചുകൊണ്ട് വല്ല കർമ്മവും ചെയ്യാൻ ഇമാം നാജി റഹിമഹുല്ല പഠിപ്പിക്കുന്നുണ്ടോ എന്നാണ്. റബീഉൽ അവ്വൽ മാസത്തിനും ആ തീയതിക്കും പ്രത്യേക മതമഹത്വം നൽകി ആഘോഷിക്കണമെന്ന് എവിടെയാണ് ആ വാക്യത്തിലുള്ളത്? ബഹുമാനപ്പെട്ട ഇമാം നാജി റഹിമഹുല്ല ഈ കിതാബിന്റെ 35-ാമത്തെ പേജിൽ തന്നെ രേഖപ്പെടുത്തുന്നു, വഖൂമു ജുഹദകും ബിശുക്രി ഹാദിഹി നിഅമ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഈ നിഅമത്തിനിക്ക് നിങ്ങൾ ശുക്ർ ചെയ്യണേ. വഅക്സിറു കുല്ല വഖത്തിൻ, എല്ലാ സമയത്തും നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കണം. ലാ സിയമാ, പ്രത്യേകമായും യൗമൽ ജുമുഅത്തി വലൈലതുഹാ വശഹ്റു വിലാദതിഹി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസത്തിലും വെള്ളിയാഴ്ച ദിവസത്തിലും പ്രത്യേകം സ്വലാത്ത് അധികരിപ്പിക്കുകയും ശുക്ർ ചെയ്യുകയും വേണമെന്ന് ഇമാം നാജി റഹിമഹുല്ല പഠിപ്പിക്കുന്നു. സലഫിയുടെ 2-ാമത്തെ വീഡിയോയുടെ മുഖ്യ ഭാഗവും
ഞാൻ കുൽബി ഫളില്ലാഹി വ ബിറഹ്മതിഹി എന്ന റഹ്മത്തിൻ്റെ ഉദ്ദേശം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പറഞ്ഞിരുന്നു. അതിനെ ഗണ്ണിക്കാൻ വേണ്ടിയാണ് മുഖ്യ ഭാഗവും ചെലവഴിച്ചത്. ആദ്യം നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് കേട്ടു നോക്കൂ. ആ റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് എന്ന് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് തങ്ങൾ രേഖപ്പെടുത്തിയതായി ഇമാം സുയൂത്തി റഹിമഹുല്ലാ അവിടുത്തെ ദുറുൽ മൻസൂറിലും, അതുപോലെ തന്നെ ആലൂസി റഹിമഹുല്ലാ അവിടുത്തെ റൂഹുൽ മആനിയിലും, അതുപോലെ തന്നെ ഇമാം അബൂ ഹയ്യാൻ തങ്ങൾ ബഹ്റുൽ മുഹീത്തിലും രേഖപ്പെടുത്തുന്നുണ്ട്. കേട്ടല്ലോ, വേറെയും ഇമാമിയങ്ങൾ ആ റഹ്മത്തിന്റെ ഉദ്ദേശം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഹിജ്റ 597 വഫാത്തായ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ സാദുൽ മസീറിലും ഈ വിഷയം കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഈ തഫ്സീറുകളെയൊക്കെ ഒറ്റയടിക്ക് തള്ളാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹിമഹുല്ലയുടെ അദ്ദുറുൽ മൻസൂറിലെ റിവായത്തെടുത്തുകൊണ്ട് അതിലെ റാവിമാരുടെ ജർഹ് തഅദീൽ പരിശോധിച്ചുകൊണ്ട് മൗലവി തള്ളാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ തള്ളാൻ സാധിക്കുന്ന ഒന്നല്ല ഇത്. ഈ ആയത്തിലെ റഹ്മത്തിന്റെ ഉദ്ദേശം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് സ്ഥിരപ്പെടാൻ റിവായത്ത് പരിശോധിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. മുജാഹിദുകൾ തന്നെ മുജാഹിദിന്റെ ആശയ സ്രോതസ്സാണെന്ന് പരിചയപ്പെടുത്തുന്ന റഷീദ് റിള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ റഹ്മത്തിന്റെ ഉദ്ദേശം മുഹമ്മദ് നബിയാണെന്ന് ഉദ്ധരിച്ചതിന് ശേഷം പറയുന്നു, വകുല്ലു ഹാദിഹിൽ മആനി സ്വഹീഹത്തുൻ, ഈ പറഞ്ഞ അർത്ഥങ്ങളെല്ലാം ശരിയാണ് എന്ന് റഷീദ് റിള തന്നെ പറയുന്നു. ഇനി ഈ സലഫിയുടെ അതേ ഗ്രൂപ്പിൽപ്പെട്ട മറ്റൊരു മൗലവി തന്നെ പറയുന്നു ഈ റഹ്മത്തിന്റെ ഉദ്ദേശം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന്. അതൊന്ന് കേട്ടു നോക്കൂ. അല്ല, അപ്പൊ ഈ പിന്നെ കുൽബി ഫളില്ലാഹി വ ബിറഹ്മതിഹി എന്ന് പറഞ്ഞാൽ ഈ റഹ്മത്തിന് റസൂൽ എന്നുള്ള അർത്ഥമാണ്. അത് വെച്ചിട്ട് ആ റസൂലിനോട് സന്തോഷിക്കണം, നബിദിനത്തിന് തെളിവായിട്ട് തരണം. അപ്പൊ അതിന് അല്ലാത്ത വ്യാഖ്യാനം ഉണ്ടല്ലോ, റസൂൽ അല്ലാത്ത ഖുർആൻ മറ്റത്തിൽ വ്യാഖ്യാനം ഉണ്ടാകുമ്പോൾ ധാരാളം വ്യാഖ്യാനപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ശരിയാണ്, നബിയാണെന്ന് വ്യാഖ്യാനം ഉണ്ട്. ശരിയാണ്, ഒരു വ്യാഖ്യാനം തഫ്സീലൊക്കെ പരിസരത്ത് കാണാൻ പറ്റും. ഇപ്പോൾ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നബിയാണ്. ഇനിയിപ്പോൾ തഫ്സീൽ ഇല്ലാന്ന് വിചാരിക്കാം, അതാണ് റസൂൽ നബി അള്ളാഹ് എന്താണ് ഇപ്പോൾ മാർസൽനാക്കിൻ്റെ റഹ്മത്തിൽ ആലമീൻ, നബി റഹ്മത്താണ്, സംശയമൊന്നുമില്ല. ഇപ്പോൾ തഫ്സീലിൻ്റെ ആവശ്യമില്ല, വ്യക്തമായി പഠിച്ചോങ്ങനെ പറഞ്ഞാണ് നബി റഹ്മത്താണ്. റഹ്മത്ത് സന്തോഷിക്കണം എന്ന് പറഞ്ഞു നബി. അപ്പൊ ഈ ആയത്തിലെ റഹ്മത്തിന്റെ ഉദ്ദേശം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് തഫ്സീറിന്റെ ആവശ്യമില്ല, ആയത്തുണ്ടായതിനാൽ സ്ഥിരപ്പെടുമെന്ന് വലിയ മൗലവി തന്നെ പറഞ്ഞു. ഇനി ഈ റഹ്മത്തായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ പറ്റുമോ? അതേ, റബീഉൽ അവ്വൽ മാസത്തിലും അല്ലാത്ത മാസത്തിലും സന്തോഷിക്കാം. മറ്റൊരു മൗലവിയുടെ വീഡിയോ കേട്ടു നോക്കൂ. റമദാൻ വരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിക്കോട്ടെ മനസ്സിലേക്ക്. റമദാൻ വരിക എന്ന് പറയുമ്പോൾ ഒരു ഇടങ്ങേറ് മനസ്സിലേക്ക് വരരുതെന്ന്. നമ്മുടെ നിത്യവൃത്തികളും ഭക്ഷണവും കാര്യങ്ങളും സാഹചര്യങ്ങളും ജോലിക്കും ഒക്കെ പ്രത്യേകിച്ചും നല്ലൊരു വേനൽ കാലമാണ്, മഴയില്ലാത്ത ഒരു വേനൽ കാലത്താണ് റമദാൻ. ഒരു സന്തോഷം വേണമെന്ന് അതാണ് ഞാൻ സൂറത്ത് യൂനുസ് എന്ന് തുടക്കത്തിൽ ഓതിയ ആയത്താണ് ഇവിടെ ഓതിയത്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു. അല്ലാഹുവിന്റെ ഔദാര്യമാണ് ഖുർആൻ, കാരുണ്യമാണ് ഖുർആൻ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം. അപ്പോൾ ഖുർആൻ കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഖുർആൻ ഇറങ്ങിയ മാസം ഖുർആൻ കൊണ്ട് സന്തോഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിന്റെ മാസം വരുമ്പോൾ അതിനെ എങ്ങനെയാണ് അവൻ സന്തോഷത്തോടു കൂടെ അല്ലാതെ സ്വീകരിക്കുക? അപ്പോൾ ഈ ഫളിലിന്റെ ഉദ്ദേശം ഖുർആനാണ്. ആ ഖുർആൻ ഇറങ്ങിയ റമദാൻ മാസത്തിൽ എങ്ങനെയാണ് ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് സന്തോഷിക്കാതിരിക്കാൻ സാധിക്കുക എന്നാണ് മൗലവി ചോദിക്കുന്നത്. അതേ ചോദ്യമാണ് നമുക്കും ചോദിക്കാനുള്ളത്. ഈ ആയത്തിലെ റഹ്മത്ത് കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുമ്പോൾ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച റബീഉൽ അവ്വൽ മാസത്തിൽ എങ്ങനെയാണ് ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് സന്തോഷിക്കാതിരിക്കാൻ സാധിക്കുക? ഇൻഷാ അല്ലാഹ് സമയദൈർഘ്യം കൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ഇനി ആവശ്യമുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയുമായി വരും. അസ്സലാമു അലൈക്കും.